തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF-ൽ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. വാർഡ് പുനർവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലുണ്ടായ വർധനവിലാണ് എല്ലാ കക്ഷികളുടെയും കണ്ണ്. സംവരണ വാർഡുകൾ കണ്ടെത്താനുള്ള നറുക്കെടുപ്പിന് ശേഷമേ ചിത്രം പൂർണ്ണമായി വ്യക്തമാവാൻ സാധ്യതയുള്ളൂ. തോൽക്കുന്ന സീറ്റുകൾ നൽകരുതെന്നാണ് വിവിധ കക്ഷികളുടെ നിലപാടെന്ന് പറയുന്നത്. UDF-ന് എന്നും തലവേദനയായ റിബൽ ശല്യം ഒഴിവാക്കണമെന്ന് പൊതുവെയുള്ളൊരു അഭിപ്രായവുമുണ്ട്. UDF-ലെ ഘടകകക്ഷികളുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കാം. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിൽ തീരുമാനിച്ച മിഷൻ 2025 വിജയിച്ചെങ്കിൽ മാത്രമേ മിഷൻ 2026 അനായാസമാകൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നിലപാടുള്ളത്. ഫണ്ട് പിരിവിനായി നടത്തുന്ന ഭവന സന്ദർശനം ഈ മാസം 30-ന് പൂർത്തിയാകും. ഇതോടെ എല്ലാ വീടുമായും പാർട്ടി നേതാക്കൾക്ക് ബന്ധമുണ്ടാക്കാനും സാധിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. വാർഡ് കമ്മിറ്റി രൂപീകരണം, കുടുംബ സംഗമങ്ങൾ, വോട്ടർ പട്ടിക പുതുക്കൽ എന്നിവയെല്ലാം കൃത്യമായി നടത്തിയെന്നതാണ് ആത്മവിശ്വാസം. നറുക്കെടുപ്പ് കഴിഞ്ഞ് സംവരണ വാർഡുകളിൽ തീരുമാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കും. സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ തീരുമാനിക്കണമെന്നാണ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. തർക്കമുണ്ടാക്കുന്ന ഇടങ്ങളിൽ മേൽ കമ്മിറ്റികളുടെ ഇടപെടൽ ഉണ്ടാകും. ഇനി അടുത്തത് മുസ്ലിം ലീഗിന്റെ കാര്യങ്ങളാണ്. വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം അടിത്തട്ടിൽ അവർ ശക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ബൂത്ത് കമ്മിറ്റി നേതാക്കളെ വിളിച്ചുകൂട്ടി യോഗം നടത്തും. സീറ്റ് ചർച്ചകൾ പ്രാദേശിക തലത്തിൽ നടത്തണമെന്നും കർശന നിർദ്ദേശവും ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയം മാത്രമായിരിക്കും മുഖ്യ മാനദണ്ഡമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെ വേണമെന്ന നിർബന്ധം അവർക്കില്ല. പ്രാദേശിക സാഹചര്യങ്ങൾ അനുസരിച്ച് സീറ്റുകൾ വച്ചുമാറാനും അവർ തയ്യാറാണ്. അടുത്തതായി കേരള കോൺഗ്രസ്. കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളും ഇത്തവണയും വേണമെന്നാണ് അവരുടെ തീരുമാനം. കൂടുതൽ സീറ്റുകളും അവർ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ജില്ലാ കമ്മിറ്റികളായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഇടപെടലുകൾ നടത്തുക. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നത്. മലബാറിലെ കുടിയേറ്റ മേഖലയിലേക്കും താല്പര്യമുണ്ട്. സീറ്റുകളുടെ എണ്ണം കൂടിയതിനാൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളെല്ലാം ഇത്തവണയും നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കണമെന്നാണ് താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. കഴിവതും സംസ്ഥാന നേതൃത്വം ഇടപെടില്ല. 116 സീറ്റുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് അവരുടെ പ്രധാന നോട്ടം എന്ന് പറയുന്നത്. ഇടുക്കിയിലും പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. അടുത്തതായി RSP ആണ്. തട്ടകമായ കൊല്ലത്താണ് ശ്രദ്ധ കൂടുതൽ അവർ കേന്ദ്രീകരിക്കുന്നത്. 2 ടേമിലും ഒരു MLA പോലും ഇല്ലാതെ ഇരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അടിതെറ്റിയാൽ നിയമസഭ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്ന് ആശങ്കയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ അർഹമായ പ്രാതിനിധ്യം അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ദുബായിലുള്ള സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മടങ്ങിയെത്തുന്നതോടെ ചർച്ചകൾ കൂടുതൽ സജീവമാകും. അടുത്തതായി CMPയുടെ കാര്യങ്ങളാണ്. സീറ്റുകളുടെ കൂടുതലിനപ്പുറം ജയിച്ച സീറ്റുകളെല്ലാം ഇത്തവണയും അവർക്ക് വേണമെന്നാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ അധികം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറയുന്നു. വെറുതെ സീറ്റ് വേണ്ട, ജനസാധ്യതയുള്ള സീറ്റ് നൽകിയാൽ മതി. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മറ്റിടങ്ങളിൽ പ്രാദേശികമായി പ്രഖ്യാപിക്കും. റിബലുകളെ കഴിവതും ഒഴിവാക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്നും ആവശ്യമുണ്ട്.